الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد فقد قال الله سبحانه وتعالى في كلامه القديم: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون إنما يتذكر أولو الألباب. صدق الله العظيم. ആദരണീയരായ ഈ സദസ്സിന്റെ അധ്യക്ഷൻ, മദീന ജുമാ മസ്ജിദിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ജനാബ് ഷാഹുൽ മരവട്ടിക്കുളമൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ആദരണീയരായ സുഹൃത്ത് പ്രിയപ്പെട്ട കെ നൗഷാദ് സാഹിബ് അവർകൾ, നമ്മുടെ എടവട്ടി മദീന ജുമാ മസ്ജിദിന്റെ ആദരണീയനായ ചീഫ് ഇമാം അനസ് ബാഖവി ഉസ്താദ് അവർകൾ, ഈ മഹനീയ സദസ്സിന് പ്രൗഢമായ ദുആ കൊണ്ട് പ്രാരംഭം കുറിച്ച ഈ സദസ്സിന്റെയും ഈ വേദിയുടെയും ഒക്കെ അലങ്കാരമായി തിളങ്ങി നിൽക്കുന്ന നമ്മളുടെ എല്ലാം സ്വകാര്യമായ ഫഖറും ഇസ്സത്തുമായ പ്രിയപ്പെട്ട ഉസ്താദ് സയ്യിദ് മുഹമ്മദ് മൗലവി ഉസ്താദ് അൽ ഖാസിമി അവർകൾ, വേദിയിലിരിക്കുന്ന ആദരണീയരായ റാഫി ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട സിദ്ദീഖ് ബാഖവി ഉസ്താദ് അവർകൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ സുഹൃത്ത് അബ്ദുൽ കബീർ റഷാദി ഉസ്താദ് അവർകൾ, ആദരണീയരായ ഷഹീർ ഉസ്താദ് അവർകൾ, വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട നാസർ ഉസ്താദ് സഹിതം വേദിയിലിരിക്കുന്ന മറ്റ് പണ്ഡിതന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന ഏറ്റവും സമാദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സദസ്സിനെ അതിൻ്റെ ഏറ്റവും സമ്പൂർണ്ണ അർത്ഥത്തിൽ റബ്ബ് കബൂലാക്കുമാറാവട്ടെ. അന്തരീക്ഷം അല്ലാഹു നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തകരായ ഉത്തരവാദിത്തപ്പെട്ടവരായ വളണ്ടിയർമാരുടെയൊക്കെ മനസ്സിൽ ഉരുണ്ടുകൂടിയ മ്ലാനത അവരുടെ മുഖങ്ങളിൽ ഇങ്ങനെ കാണുകയായിരുന്നു. ചെറുതായി മഴ പൊടിയുന്നുണ്ടായിരുന്നു. അല്ലാഹു തആല അന്തരീക്ഷം അനുകൂലമാക്കി തരുമാറാവട്ടെ. ആ കാര്യമായി ദുആ ചെയ്യുന്ന എല്ലാവരും, കാരണം ഈ 3 ദിവസവും ഈ സമയത്തേക്ക് നമുക്ക് അല്ലാഹുവിന്റെ റഹ്മത്തും മഴയും എപ്പോഴും ആവശ്യമാണ്. പക്ഷെ നമ്മളുടെ ഈ വലിയ പ്രോഗ്രാമിന് ഒരു തടസ്സമാകാതെ മഴയെ അല്ലാഹു തആല ഈ സമയത്തേക്ക് ഒന്ന് മാറ്റി സഹായിക്കാൻ വേണ്ടി കാര്യമായി ദുആ ചെയ്യും. ദിവസങ്ങളോളമുള്ള വലിയ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വേദി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയത്ത് വന്ന് കേട്ട് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നത് മാത്രമാണ് നമ്മളുടെ കടമ. പക്ഷെ ഇത്തരത്തിലൊരു സദസ്സ് ഒരുങ്ങുന്നതിന്റെ പിന്നിൽ വലിയ പരിശ്രമമുണ്ട്, അശ്രാന്തമായ പരിശ്രമമുണ്ട്. ആ പരിശ്രമം അതിന്റെ പൂർണ്ണ അർത്ഥത്തിലാകുവാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുന്നു. അല്ലാഹു പ്രത്യേകിച്ച് അന്തരീക്ഷത്തെ നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. ആദരണീയനായ നൗഷാദ് സാഹിബ് അവർകൾ ഈ സദസ്സിന്റെ ലക്ഷ്യം എന്താണ് എന്നത് വളരെ വ്യക്തമായി പറയുകയുണ്ടായി. ദീനിയായ മജ്ലിസുകളുടെ, മതപ്രഭാഷണ പരമ്പരകളുടെ എല്ലാം പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നാട്ടിൽ ഇൽമിയായ ഒരു ചലനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് ദീനിയായ കൂട്ടായ്മകളും പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് പള്ളികളുടെ നേതൃത്വത്തിലാണെങ്കിലും ഉസ്താദുമാരുടെ നേതൃത്വത്തിലാണെങ്കിലും യുവജന കൂട്ടായ്മകളുടെ നേതൃത്വത്തിലാണെങ്കിലും മതപ്രഭാഷണ പരമ്പരകൾ സാധാരണ നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്നത് ആ നാട്ടിൽ, ആ പ്രദേശത്തിൽ ഒരു ഇൽമിയായ ദീനിയായ ഒരു ചലനം ഉണ്ടാവുക എന്നതാണ് അതിന്റെ ഏറ്റവും സുപ്രധാനമായ ലക്ഷ്യം. മറ്റൊന്നും അതിന്റെ സുപ്രധാനമായ ലക്ഷ്യമല്ല. പിന്നെ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുന്നതിന്റെ പിന്നിലുള്ള ചില ലക്ഷ്യങ്ങൾ നമ്മളുടെ മുമ്പിൽ വിവരിക്കപ്പെടും. നമ്മളാൽ കഴിയുന്ന നിലയിൽ നമ്മൾ ആ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ആ വലിയ പദ്ധതികളിൽ നാം ഭാഗവാക്കാകുക എന്ന നിലയിലാണ്.
ഇടവെട്ടി മദീന ജുമാ മസ്ജിദ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ് ദീനിയായ കാര്യങ്ങളിൽ ഈ പള്ളിയാണെങ്കിലും പരിസരത്തുള്ള തൊടുപുഴ താലൂക്കിലെ പള്ളികളെല്ലാം ഒരേ മനസ്സിൽ ഒരുപോലെ മുന്നോട്ട് പോകുന്ന പള്ളികളാണ്. അതിന്റെ പരിപാലകരും അതിന്റെ ഇമാമിങ്ങളുമെല്ലാം പല അർത്ഥത്തിൽ പരസ്പരം സഹകരിക്കുന്നവരും ദീനിയായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ആളും വിഭവവും നൽകി പരസ്പരം ഒന്നായി നിൽക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ മദീന ജുമാ മസ്ജിദ് തൊടുപുഴയുടെ നമ്മളുടെ ഈ പ്രദേശത്തിന്റെ ദീനിയായ പ്രവർത്തനങ്ങൾക്കും ദീനിയായ ചലനത്തിനും നേതൃത്വം നൽകുന്ന വിഷയത്തിൽ മുൻപന്തിയിലുള്ള ഒരു പള്ളിയാണ്. അതിന്റെ പരിപാലകരും അതിന്റെ ഇമാമും എല്ലാം ആ വിഷയത്തിൽ പരസ്പരം സഹകാരികളാണ്. പള്ളിയിലെ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥിരമായ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇൽമിയായി ഈ മജ്ലിസ് അതിന്റെ പ്രാഥമികമായ ലക്ഷ്യം ഇൽമിയായ ചലനം ഉണ്ടാക്കുക എന്നതിനോടൊപ്പം തന്നെ ഒരു ബൃഹത്തായ പദ്ധതി നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ജാരിയായ സദഖയായ നിലയിൽ നമ്മളുടെ ഖബറിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ അവസരമായി ഈ ഒരു പദ്ധതിയെ നാം കാണുകയും അതിൽ നാം കാര്യമായി സഹകരിക്കുകയും വേണം. ഇതിന്റെ സംഘാടകർക്ക് മറ്റൊരു ദുനിയവിയായ ലക്ഷ്യമില്ല, വ്യക്തിപരമായ ലക്ഷ്യങ്ങളുമില്ല. അള്ളാഹുവിന്റെ പള്ളിക്ക്, പരിശുദ്ധമായ മസ്ജിദിന് പുണ്യമായ ഒരു വരുമാനമുണ്ടാവുക, സ്ഥായിയായ ഒരു വരുമാനമുണ്ടാവുക എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുകയുണ്ടായി. നമ്മളുടെ സമ്പാദ്യത്തിൽ നിന്ന് നമ്മളുടെ സദസ്സിലെ മുഖ്യ പ്രഭാഷകൻ പ്രിയപ്പെട്ട ഹാഫിദ് സിറാജുദ്ദീൻ ഉസ്താദ് അൽ ഖാസിമി അവർകൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനെ സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ ഒരു പദ്ധതിയിൽ നാം ഓരോരുത്തരും നമ്മളാൽ കഴിയുന്ന നിലയിലുള്ള പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് ഈ വേളയിൽ പ്രത്യേകമായി ഒന്ന് ആഹ്വാനം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, എന്തെല്ലാം ഈ ദുനിയാവിൽ സമ്പാദിച്ചാലും, ഏതെല്ലാം നിലയിൽ ഈ ദുനിയാവിൽ നാം ആരെല്ലാമായി ഉയർന്നാലും, നാം എല്ലാവരും വെറും കൈയോടെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകേണ്ടവരാണ് എന്നും പ്രപഞ്ചോൽപത്തി മുതൽ മനുഷ്യർ ഇവിടെ ഉണ്ടായ കാലം മുതലേ, ജനനവും മരണവും ഉണ്ടായ കാലം മുതലേ തന്നെ മരിച്ചു വീഴുന്ന ഓരോരുത്തരും വെറും കൈയോടെയാണ് യാത്രയാകുന്നത് എന്നും നാം എല്ലാവരും നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നവരാണ്. നമ്മളുടെ മുമ്പിൽ നമ്മുടെ കൂടെയുള്ളവർ യാത്രയാകുമ്പോ, നമ്മളുടെ മുൻഗാമികൾ യാത്രയായപ്പോ, ഖബർസ്ഥാനുകൾ സന്ദർശിക്കുമ്പോഴൊക്കെ നാം ഈ യാഥാർത്ഥ്യം അയവറക്കുന്നവരാണ്. ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു, അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്നറിയപ്പെടുന്ന അലക്സാണ്ടർ ചക്രവർത്തിയുണ്ട്. പുരാതന ഗ്രീക്കിലെ BC-യിലാണ്, ബിഫോർ ക്രൈസ്റ്റ്, ഏകദേശം 300കളിൽ ജീവിച്ചിരുന്ന പുരാതന ഗ്രീക്കിലെ മാസിഡോണിയൻ ഭരണകൂടത്തിന്റെ അധിപനായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടറിന്റെ ചരിത്രം ഇന്നും പാഠ്യപുസ്തകങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയമാണ്. വിവിധങ്ങളായ രംഗങ്ങളിൽ അത് വിഷയമാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ മാത്രമല്ല, ചരിത്രത്തിൽ അത് വിഷയമാണ്. സോഷ്യൽ സ്റ്റഡീസിൽ അത് വിഷയമാണ്. അലക്സാണ്ടറിന്റെ ചരിത്രം ഇന്നും പാഠ്യ പദ്ധതികളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മരണത്തിന്റെ സമയത്ത് അയാൾ 3 വസീയത്തുകൾ പറഞ്ഞു എന്നാണ്. ആ 3 വസീയത്തുകളിൽ ഒന്നിതായിരുന്നു, തന്റെ ശവമഞ്ചത്തെ പേറേണ്ടത് തന്നെ ചികിത്സിച്ചിരുന്ന വൈദ്യന്മാരായിരിക്കണം എന്നതായിരുന്നു. രണ്ടാമതായി പറഞ്ഞത്, താൻ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും തന്റെ ശവമഞ്ചത്തെ കൊണ്ടുപോകുന്ന വഴിയിൽ പ്രദർശിപ്പിക്കപ്പെടണം എന്നതായിരുന്നു. മൂന്നാമതായി പറഞ്ഞത്, തന്റെ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് തന്റെ 2 കൈകളെയും വെറും കൈയായി നീട്ടിയിടണം എന്നായിരുന്നു. എന്തുകൊണ്ടാണ് തന്റെ ശവമഞ്ചം തന്റെ വൈദ്യന്മാർ പേറട്ടെ എന്ന് പറഞ്ഞതിന് ചരിത്രകാരന്മാർ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്: എത്ര വലിയ വൈദ്യന്മാരുണ്ടെങ്കിലും, എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും, എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും, ഭൂമി ലോകത്തെ ഒരു പക്ഷേ അന്ന് ലഭിക്കാമായിരുന്ന ഏറ്റവും വലിയ മരുന്നുകൾ അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ഒരു പക്ഷേ നൽകിയിട്ടുണ്ടാവണം. ആരൊക്കെ ഉണ്ടെങ്കിലും മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ തടഞ്ഞു നിർത്താൻ ഒരാൾക്കുമാവില്ല എന്ന് ലോകത്തിന് നൽകുന്ന പാഠമായിരിക്കണം എന്റെ ശവമഞ്ചം പേറുന്ന എന്നെ ചികിത്സിച്ച വൈദ്യന്മാർ എന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടാമത്, താൻ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ മുഴുവനും തന്റെ ശവമഞ്ചം പേറുന്ന വഴികളിൽ നിരത്തപ്പെടണമെന്നായിരുന്നു. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സമ്പാദ്യത്തെ പറ്റിയും വായിക്കേണ്ടതുണ്ട്.
നമ്മൾ സാധാരണ തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറകൾക്കുള്ളിലിരിക്കുന്ന സ്വർണത്തിന്റെയും ഖനികളുടെയുമെല്ലാം കൂമ്പാരങ്ങളുടെ കണക്കുകൾ കേട്ട് നാം പലപ്പോഴും ഞെട്ടാറുണ്ട്. അതൊന്നും ചരിത്രത്തിൽ ഇടം പിടിച്ച സംഭവങ്ങളൊന്നല്ല. ഇതിന്റെയൊക്കെ എത്രയോ ഇരട്ടിയായിരിക്കും ഒരുപക്ഷെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ശേഖരത്തിൽ ഉണ്ടാവുക. അതിനെ മുഴുവനും വഴിയിൽ നിരത്തപ്പെടണം എന്നതായിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വസീയത്ത്, അദ്ദേഹത്തിന്റെ അവസാനത്തെ ഉപദേശം. എന്തിനാണെന്ന് ചോദിച്ചാൽ തന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ആ വഴിയിൽ നിരത്തപ്പെടണം. തന്റെ ശവമഞ്ചത്തിന്റെ പുറത്തേക്ക് തന്റെ ഇരു കൈകളെയും വെറും കൈകളായി നീട്ടിയിടണം. എല്ലാം ഇവിടെയുണ്ട്, ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല, വെറും കൈയോടെയാണ് എന്നെയും ശവകുടീരത്തിൽ അടക്കപ്പെടുന്നത് എന്ന് ലോകം പാഠമായി മനസ്സിലാക്കണം. ഒന്നും കൊണ്ടുപോകുന്നില്ല, ഒരാളും കൊണ്ടുപോകുന്നില്ല, ഇതുവരെയും കൊണ്ടുപോയിട്ടുമില്ല. ഇപ്പോഴും നാം ജനാസ അടക്കുന്നവരാണ്, ജനാസകളെ അനുഗമിക്കുന്നവരാണ്. ഒരാളും ഈ ദുനിയാവിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല. ഇനി ഖിയാമത്ത് നാൾ വരെയും മരിക്കുന്ന ഒരാൾ, അയാളോടൊപ്പം അയാളുടെ സമ്പാദ്യങ്ങളോ അയാൾ സമ്പാദിച്ചു വെച്ച ഒന്നുമോ സഹോദരങ്ങളെ ആരും കൊണ്ടുപോയി വെക്കുകയില്ല. നാം എല്ലാവരും വെറും കൈയോടെ യാത്രയാകേണ്ടവരാണ്. മുഅ്മിനീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കൊണ്ടുപോകാവുന്ന സമ്പാദ്യങ്ങളാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് നാം ചെയ്യുന്ന എന്തെങ്കിലും നല്ല അമലുകൾ, ചെയ്യുന്ന സദഖകൾ, ജാരിയായ സദഖകൾ.